പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വലുതായി ചിന്തിക്കുക എന്നുള്ള ആ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പല ആൾക്കാരും ഈ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ പോലും ആ ലക്ഷ്യങ്ങൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും എത്ര പണിയെടുത്താലും ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ആവാറില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും എനിക്കൊരു മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും മെജോറിറ്റി ആൾക്കാരും ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുകയോ ആ ലക്ഷ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും അതിന് വേണ്ടി പണിയെടുക്കുന്ന സിസ്റ്റം മെജോറിറ്റി മനുഷ്യർക്കില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ജോലി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾക്ക് ആ ഒരു ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾക്ക് ഒരു നല്ല സ്വപ്നം കാണുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. ആ ഒരു സ്വപ്നത്തിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നതായിട്ട് നമ്മൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫീലിങ് ശരിക്കും ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉയർത്തുകയും ഉറപ്പായിട്ടും നമ്മൾക്ക് നമ്മളുടെ ആ ഗോളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ആകാനായിട്ട് സഹായിക്കും. അപ്പം നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ട് നോക്കുക. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് എവറി ഡേ അതിലേക്ക് പരിശ്രമിക്കാൻ തുടങ്ങുക. അപ്പോൾ അത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഗുണം ഉണ്ടാവണേ? ഓരോ ദിവസവും നമ്മൾ ആ ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾക്ക് പണിയെടുക്കാൻ ഒരു മടിയുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കും, ഈ ഒരു ലക്ഷ്യം നിർവഹിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പോലും ഭയങ്കര ഒരു പവറാണ് കിട്ടുക. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഉറക്കം പോലും കളഞ്ഞിട്ട് പോലും പണിയെടുക്കാനായിട്ടുള്ള ഒരു ധൈര്യവും ഒരു ശക്തിയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. ആ ലക്ഷ്യങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഓരോ ദിവസവും വർക്ക് ചെയ്യണ ലെവലിലേക്ക് പോകണം. നമ്മളൊക്കെ ഈ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾക്ക് വളരെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഒത്തിരി അധികം സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തും നടക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് അന്നേരം ഉണ്ടാവും. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമുണ്ട്, ആ സമയത്ത് നമുക്ക് സംശയമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നടക്കുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളതൊന്നുമില്ല. പക്ഷെ കുറച്ച് പൈസ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്കൊന്നും നടക്കില്ല, നമ്മളുടെ കാര്യം സഹായിക്കാനില്ല, ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് നമ്മൾ പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവരുത്. നിങ്ങളെപ്പോഴും നിങ്ങളെ വിശ്വസിക്കണം. ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്വീകരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയാമോ? നിങ്ങൾ കാണുന്ന ഏതൊരു സ്ട്രേഞ്ചറാണെങ്കിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും. കാര്യം എന്താ? നമ്മളുടെ ജീവിതത്തിൽ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറുക. അപ്പം നമ്മളുടെ ചിന്തയിൽ ഒരിക്കലും നമുക്കൊരു ഗുണവുമില്ലാത്തൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കരുത്. എപ്പോഴും നല്ല ബുക്കുകൾ വായിക്കാനായിട്ട് നമ്മൾ നോക്കണം. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ആ ചെറുപ്പത്തിലുണ്ടായ ശീലമുണ്ടല്ലോ, കുറച്ച് നാളൊക്കെ നിർത്തി വെച്ചെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ആ ശീലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും അത് എൻ്റെ ജീവിതത്തെ തന്നെ വളരെ വലിയൊരു രീതിയിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളായിട്ട് മാറ്റാനായിട്ട് ഈ ഓരോ ബുക്ക് വായനയും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ബുക്കുകളൊക്കെ വാങ്ങാനായിട്ട് കാശൊക്കെ മുടക്കുമ്പോൾ അതൊരിക്കലും ഒരു സ്പെൻഡിങ് ആയിട്ട് ചിന്തിക്കരുത്, മറിച്ച് നമ്മളുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ തന്നെയാണ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആദ്യമായിട്ട് എഴുതിയ ബുക്കാണ് ശുഭചിന്ത നൽകിയ വിസ്മയം. അപ്പോൾ ഒത്തിരി അധികം പ്രതിസന്ധികളിലൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തും ഈ നല്ല നല്ല എഴുത്തുകാരുടെ ബുക്കുകൾ വായിക്കുന്നതും നല്ല നല്ല വർക്ക്ഷോപ്പിൽ നല്ല മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നതൊക്കെയാണ് എൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും എനിക്ക് തരണം ചെയ്യാനായിട്ടുള്ള ഊർജം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു ലൈഫ് ലോങ് ലേണിംഗ് കൊണ്ടുവരികയും നല്ലൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറും. നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള മനുഷ്യരായിട്ട് മാറും. നിങ്ങൾക്ക് എന്തും പറ്റും എന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ വലുതാവാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ 5 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പിൽ വരാം. അന്നേരം നിങ്ങൾക്കൊരു 5 ദിവസം ഞങ്ങളുടെ കൂടെ പഠിക്കാം. അപ്പോൾ അതിന് ആകെ 499 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ അതിൽ ബില്യനേഴ്സിൻ്റെയൊക്കെ മോർണിംഗ് റുട്ടീൻ, എങ്ങനെ നമ്മളുടെ ഒരു ജീവിതത്തെ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിട്ട് എങ്ങനെ മാറണം, ലൈഫിൽ റിലേഷൻഷിപ്പിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ നമ്മൾക്ക് ഒരു സന്തോഷമുള്ളൊരു ജീവിതം നയിക്കണം, എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം,
എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ പൊറുക്കണ ഒരാളായിട്ട് മാറണം, നമ്മളെ ദ്രോഹിച്ച ആൾക്കാരോട് എങ്ങനെ പൊറുക്കാം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 7.5 മണിക്കൂർ ഫ്രെയിം വർക്കാണ്. അപ്പോൾ എങ്ങനെ ഫിനാൻസിനെ മാനേജ് ചെയ്യണം, എങ്ങനെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കണം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങിയ ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ അറ്റൻഷൻ ഏറ്റവും ബെറ്റർ ആക്കാനായിട്ടും ഒരു വലുതായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറാനും നിങ്ങളെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും ഈ വർക്ക്ഷോപ്പ് സഹായിക്കും. അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് ബേസ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളുടെ ഒരു ചിന്തകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിന് നമ്മുടെ ജീവിതത്തിലുടനീളം അതിശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. ആ സ്വാധീനം നമ്മളിൽ നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആ സ്വാധീനം നമുക്ക് വിഷമമുള്ള ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നേക്കണമെങ്കിൽ നമ്മൾക്ക് അത്ര എളുപ്പമല്ല അതിൽ നിന്നൊന്നും പുറത്തിറങ്ങാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടൊക്കെ വേണം. അപ്പം നമ്മളുടെ ആ ഉപബോധ മനസ്സിൽ ശരിക്കും ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന ആ ഒരു എക്സ്പീരിയൻസ് വേര് പിടിച്ച് കിടക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഗോളും നമുക്ക് അച്ചീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സബ് കോൺഷ്യസ് ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് വരികയും നമ്മളുടെ ബ്രെയിനിന് പുതിയ പുതിയ ഭക്ഷണം കൊടുക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരൊരു എക്സ്പാൻഷൻ വരുമ്പോഴാണ് ആ ലൈഫിൻ്റെ ഒരു താളം മാറണേ. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് ചിന്തിച്ചാൽ മാത്രം പോരാ, ഗോള് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയും കൂടി നിങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങണം. അപ്പോൾ ആ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും അതിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് പ്രതികൂല അവസ്ഥയിലാണെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുകയും നിങ്ങളുടെ ജീവിതം എത്ര ശോഭനമായിട്ടുള്ളൊരു ഭാവി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന സംശയങ്ങളും പേടിയും അസൂയയും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഇഷ്ടക്കേടും എല്ലാം മാറ്റിക്കളയാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പറ്റിയൊരു നല്ല ചിന്ത കൊണ്ടുവരിക, നല്ല വിശ്വാസങ്ങൾ നമുക്ക് കൊണ്ടുവരിക, നമ്മൾ മുള പോലെ വളരുമെന്ന ഒരു ഉറച്ച് വിശ്വസിക്കുന്ന ലെവലിലേക്ക് നമ്മളെ തന്നെ അങ്ങോട്ട് ഉയർത്തിയാൽ ലൈഫ് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ പറ്റുള്ളൂ. ഏത് പ്രതികൂല അവസ്ഥയാണെങ്കിൽ പോലും അപ്പോഴും നിങ്ങളതിൻ്റെ പോസിറ്റിവിറ്റിയും അതും ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയിയായിരിക്കും. അപ്പോൾ വിജയിയാകണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ശുഭചിന്തയുള്ള ഒരാളായിട്ട് മാറുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും മറക്കാതിരിക്കുക. എത്ര മോശമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പോലും അതിലും ഒരു നന്മ കണ്ടുപിടിക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങളിലുണ്ടാക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.